പൂക്ക് ഞാൻ കാണിച്ചു തരാടി കേട്ടോ. അന്നക്കറിയെ ഇങ്ങനെ ഒതുക്കേണ്ടതുള്ളത്. ഹലോ, ആ ഷെമിയെ, എടി മറ്റോള് പോവാത്രേ. ഓളോളെ പെരേക്ക് പോവാണ്. ആ 2 മാസല്ലേ ആയിട്ടുള്ളൂ ഓള് പോയി വന്നിട്ട്. ഓൾക്കിപ്പോ തന്നെ പോണെന്ന്. ഞാനെന്ത് പറയാനാ, ഇമ്മ പറഞ്ഞു ഓളോട് പോയിക്കോളാനേ. പിന്നെക്ക് എന്തെങ്കിലും മുണ്ടാൻ പറ്റുമോ? ഒരു പാവം പിടിച്ച പറയണ്ട ഞാന്. അതെ, ഞാനിപ്പ അതന്നെ ആലോചിക്കണത്. ഓളെ ഈ പോക്ക് എങ്ങനെങ്കിലും മുടക്കണം. ഇജ്ജ് എന്തായാലും 4 ദിവസം കഴിഞ്ഞ അതന്നെ, ഇജ്ജ് 4 ദിവസം കഴിഞ്ഞ് വരണം പറഞ്ഞല്ലേ. ഇജ്ജ് എന്നിട്ട് പോരെ. ഉമ്മാനോട് സംസാരിച്ചിട്ട് നമ്മളെ ഉമ്മാക്ക് വെയ്യാന്നോ അല്ലെങ്കിലേ ഉമ്മാക്ക് വയറുവേദനയെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇജ്ജ് പോരെ ട്ടാ. പോന്നിട്ട് ഇവിടെ 4-5 ദിവസം ഇജ്ജ് നിക്കണം. നിന്നിട്ട് ഓണം അട്ടിപ്പേറിൽ പണിയെടുപ്പിച്ച് തീർക്കണം. എന്റെ പെങ്ങളല്ലേ ഓള് പറയുന്നു. ആ എന്താണ്? എന്നിട്ടോ ഇജ്ജിപ്പൊ നിന്ന് പോയിട്ടല്ലേ ഉള്ളു ഇവിടുന്ന് അല്ലേ? ആ അതായത് നാത്തൂനും കൂടിയിട്ട് ആണ്ട് ഒന്നിക്കുക, എന്നിട്ട് ഇളയച്ചീനെ എങ്ങനെയെങ്കിലും കുത്തിച്ചാടിക്കുക അല്ലേ? ഇജ്ജിപ്പൊ ഇവിടെ വന്ന് നിക്കണ്ട. അന്നെ എനിക്ക് ഇന്റെ പെങ്ങളല്ലേ, അന്നെ ഞാൻ ഇന്നലെയും കാണുന്നതാ. എനിക്കറിയാലോ, ഞാൻ ഇവിടത്തെ മുതലിനെ എനിക്കറിയാം. ആ അതെ, അങ്ങനെ തന്നെ ഉണ്ട്. കരുതിക്കോ. എന്താ ആൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാ? ആ അതിന്റെ അഞ്ചന്റെ ഭാര്യയാണ്. അപ്പൊ ഓളോട് ഞാൻ സ്നേഹം കാണിക്കണം. ഇവിടെ ഒരു പോത്തുണ്ടല്ലോ എന്റെ ഭാര്യ. ആ അതെ, പ്രശ്നം തന്നെയാണ്. എന്റെ കുട്ടിയെ തൽക്കാലം അവിടെ കുത്തിരുന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ മതി. അവിടെ അമ്മായിമ്മ പോരടിക്കാനൊക്കെ ഇല്ല, അതൊക്കെ ചെയ്തോളുണ്ട് കേട്ടാ. ഇവിടത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ ചേപ്പയ്ക്ക് കിട്ടും. കട്ട് ചെയ്യല്ല എന്നോട് 2 വർത്താനം കൂടി പറയാണ്ട്. പിന്നെ ഒന്നും പറയില്ലല്ലോ, നിങ്ങൾ പറയാത്ത ആൾക്കാരല്ലേ. 2 പെണ്ണുങ്ങൾ ചേർന്ന അവിടെ എന്താ ഉണ്ടാവുക എനിക്ക് നന്നായിട്ട് അറിയാം ട്ടാ. മേലാല് ഇയ്യല്ലപ്പ അടുത്ത് വന്നു പോയത്. എന്നെ കല്യാണം കഴിച്ചു വിട്ടിട്ടുള്ളതേ അവിടെ അക്കാനാണ്, അല്ലാണ്ട് നാഴികക്ക് 40 വട്ടം ഇങ്ങനെ വന്ന് വിരുന്ന് പറക്കാനല്ല ട്ടാ. ആ ഇഷ്ടല്ല അങ്ങനെ. അങ്ങനെ തന്നെ അങ്ങോട്ട് കരുതിക്കാളി ട്ടാ. ഇഷ്ടല്ല ട്ടാ. വെച്ചാളി. വെച്ചാളെ. എടി അവിടെ ഇരിക്ക. ആ പെണ്ണിന് വീട്ടിൽ പോണം. എനിക്കറിയാം, നേരത്തെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇവിടെ. അതൊന്ന് വീട്ടിൽ പോണേനുള്ള കുനിട്ട് നിങ്ങൾക്കൊക്കെ വീട്ടില് സ്വന്തം വീട്ടിലൊക്കെ പോയി നിക്കാലോ. ആയിക്കോട്ടെ, ഇത്തിരി കള്ളത്തരം വേണം. എന്തായാലും അന്റെ അത്ര ഉണ്ടാവില്ല. ഇന്റെ പെങ്ങളിലെ അത്ര കള്ളത്തരം എന്തായാലും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ 2 കൂടി പെട്ടിരുന്നിട്ട് പറഞ്ഞിരുന്ന എന്തായിരുന്നു? ഞാൻ മുഴുവൻ അവിടെ നിന്ന് കേട്ടു. ഇജ്ജ് എന്തേ പറഞ്ഞിരുന്നു? എങ്ങനെയെങ്കിലും പോക്ക് മുടക്കണം, ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഇജ്ജ് പോരെ. ഇതൊക്കെയല്ലേ ചെയ്ത് അല്ലേ? ഇതൊക്കെയല്ലേ പറഞ്ഞ്. എടി ഉളുപ്പുണ്ടടി നിങ്ങക്ക്. ആ പാവം പെണ്ണ് കുറച്ച് ദിവസം അതിന്റെ വീട്ടിൽ പോയി നിന്നോട്ടെ. അതന്നെ ഞാൻ പറഞ്ഞു. ഒരു പെണ്ണിന് കാക്ക നെല്ലിനാണ് കോഴിക്ക് കണ്ടുകൂടാന്ന് പറഞ്ഞ മാതിരി കഥയാണ്. നിങ്ങക്ക് ഈ പോരടിക്കാൻ മാത്രല്ലേ നേരമുള്ളൂ. അന്നെ ഞാൻ ഇന്നലെ കാണാനല്ലോ, എനിക്കറിയാം എന്റെ സ്വഭാവം എന്താന്നുള്ളത്. എന്തായാലും ഇപ്പൊ എന്റെ ചെവി കേട്ട്, ഞാൻ ഇവിടെ നിന്നിട്ട് എല്ലാം കേട്ട്. എന്തിനാണ് ഇങ്ങനെ പോരടിക്കുന്നത് നിങ്ങള്? ഒരു കുടുംബം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വീട്ടില് മൂത്ത മരുവളാണ് ഈ. രണ്ടാമത് വന്ന മരുവളോട് ദേഷ്യം കാണിക്കുക, എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, വീട്ടിൽ സമാധാനം ഉണ്ടാവരുത് അല്ലേ? ആ പെൺകുട്ടി ആയ കാരണമല്ല എന്നോട് തറുതല പറഞ്ഞ് നിൽക്കാത്തത്. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിലോ അന്നെ നിർത്തി പൊരിക്കൂലേ? അങ്ങനെ സപ്പോർട്ട് നോളിട്ടാ, ഓൾക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ഇതിനൊക്കെ തിരിച്ചു കിട്ടും. ഞാൻ അപ്പഴേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞത് എന്തിനായിരുന്നു. എനിക്ക് തിരിച്ചു കിട്ടണം, ഞാൻ സഹിച്ചോളാം. ഈ ഇവിടെ കുത്തിത്തിരിപ്പ് ഓളെ ചീത്ത പറയാൻ പോയത്. ഇനിയിപ്പോ ഓളെ ഞാൻ കേൾക്കണം. ഓളെ ചീത്ത അറിയാതിരിക്കാൻ പറ്റുമോ? ഈ എന്തൊക്കെ കുത്തിത്തിരിപ്പ് ഓളോട് പറഞ്ഞിരുന്നു?
രണ്ട് പെണ്ണുങ്ങളെ മനസ്സ് ഇത്ര വൃത്തികേടായി മാറും. എന്തിനു പതുക്കെ പറയണ്, കേട്ടോട്ടെ, കേക്കട്ടെ. കേക്കണം. അന്റെ സ്വഭാവം എന്താന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ മുണ്ടു ജോലത്തു. അല്ലാന്ന് രണ്ട് പെണ്ണുങ്ങൾ ഇട്ട് ചേർന്നാ പിന്നെ തന്നെ എങ്ങനെ ഇവിടുത്തെ എങ്ങോട്ടേലും പോവുക നല്ലത്.